ഹലോ എല്ലാവർക്കും ഇഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ എണീറ്റ ഉടനെ മുറ്റം അടിക്കാൻ പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ മന്തിപ്പോലെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ആക്റ്റീവ് ആകത്തുള്ളൂ. മുറ്റം അടിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഷാൾ ഇടും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയിലേക്ക് എനിക്ക് കാറ്റടിച്ച് കഴിഞ്ഞാൽ ചെവി വേദന വരുമോ എന്ന് പേടിയുണ്ട് കേട്ടോ. എനിക്ക് പ്രഗ്നൻസിയിലും ചെവി വേദന വന്നിട്ടുണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ടും ചെവി വേദന വന്നിട്ടുണ്ട്. ചെവി വേദനയല്ല, ചെവിയിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ആ സമയത്ത് നല്ലപോലെ വേദന അനുഭവിച്ചിട്ടുണ്ടേ. അപ്പോൾ പുറകിൽ തൊട്ടിയാണ് കിടക്കുന്നതെന്ന് കേട്ടോ ഞാൻ പറയുന്നത്. വാവ ഈ തൊട്ടിയിൽ വാവേനെ കിടത്തി ഉറക്കിയിട്ടാണ് ഒരു 12:30 ആകുമ്പോൾ ഞങ്ങളുടെ ബെഡിൽ വന്ന് കിടക്കും കേട്ടോ. പിന്നെ അതേന് തൊട്ടി പോകത്തില്ല, ഇതിൽ തന്നെയാണ് കിടക്കുന്നത്. അല്ലാതെ ഉറക്കാനായിട്ട് എനിക്കറിയാൻ പാടില്ല, തൊട്ടിയിൽ തന്നെ ഉറക്കാൻ അറിയത്തുള്ളൂ. മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ പോയി ജനലും വാതിലൊക്കെ തുറന്നിട്ടു കേട്ടോ. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് വേഗം ഉപ്പുമാവും ആക്കി, പപ്പടവും കാച്ചി, കട്ടൻ ചായയും വെച്ചു, പാവയ്ക്കുള്ള പാലും തിളപ്പിച്ചു, ചോറും ആക്കി കേട്ടോ. ചോറ് വറുക്കാനിട്ടിട്ട് ഞാൻ വേഗം കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും കറിയൊന്നുമില്ല. അപ്പം ഞാൻ വേഗം മുട്ട പുഴുങ്ങിയിട്ട് അത് രണ്ടായി മുറിച്ച് ഇതുപോലെ ഉപ്പും മുളകും മസാലയൊക്കെ ഇട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുട്ട് പോലെ എടുത്തു കേട്ടോ. എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അത് വേണ്ട, ഇങ്ങനെ മതി, തൽക്കാലം ഉച്ചക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി രാത്രിത്തേക്ക് എന്തായാലും ചിക്കനൊക്കെ വാങ്ങും. പിന്നെ എല്ലാം ഉച്ചത്തേക്കും കാര്യമായിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല, ഇത് തന്നെ മതി എന്ന് വിചാരിച്ചേ. ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങി. ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. വാവ എണീറ്റ് ഉറക്കപ്പിച്ച് എണീറ്റിരിക്കുക കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് പോയി കുറച്ച് ചിക്കനൊക്കെ വാങ്ങണമായിരുന്നു, കുറച്ച് സബോള, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. ചിക്കനും പച്ചക്കറി കടയിൽ ചെന്ന് അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ചെന്നിട്ടോ. ഞങ്ങളിന്ന് കേക്കൊന്നും മുറിക്കേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ സർപ്രൈസായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു കേട്ടോ കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് ഞാനും മേടിച്ചില്ല കേട്ടോ കേക്ക്. അവിടെ നിന്ന് എന്തായാലും കൊണ്ടുവരുമെന്ന് എനിക്കറിയാമായിരുന്നു. വീട്ടിൽ വന്ന ഉടനെ ആദ്യം ചിക്കനൊക്കെ കഴുകി നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം വെള്ളം പോകാനായിട്ട് വെച്ച്, അപ്പോഴേക്കും അവർ കേക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ മുറിച്ച് അപ്പം തന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയേ. അപ്പം തന്നെ കേക്ക് അലുത്ത് പോയിട്ടുണ്ടായിരുന്നു, അതിൽ അക്ഷരമൊക്കെ ഒലിച്ച് താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവർ പോയ ഉടനെ വേഗം ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ച്, ഞാനല്ല അച്ഛനാട്ടോ വെച്ചത്, ചിക്കൻ കറിയൊക്കെ വെച്ച് രാത്രിയത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരത്തെ കിടന്നു കേട്ടോ. കാരണം പിറ്റേ ദിവസം മൺഡേ അല്ലേ, എല്ലാവർക്കും ജോലിക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. ബർത്ത്ഡേ ആയതുകൊണ്ടാണ് എല്ലാവരും വരുന്നിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് കിടക്കാൻ പറ്റത്തില്ല. ആർക്കും അറിയത്തില്ല യൂട്യൂബ് ചാനലൊന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ. ഇത് സക്സസ് ആവില്ലെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.